തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി മുൻ വനമന്ത്രി കെ രാജു സെലക്ട് ചെയ്തു എന്നുള്ള വിവരമാണ്. CPIയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. മാത്രമല്ല പുനലൂരിൽ നിന്ന് 3 തവണ അദ്ദേഹം കേരള നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചധികം കാലം വനമന്ത്രിയായിരുന്നു. കൊല്ലം അഞ്ചലിനടുത്തുള്ള ഏരൂർ സ്വദേശിയാണ് അഡ്വക്കേറ്റ് കെ രാജു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും മുൻ മന്ത്രിയായ കെ രാജുവാണ് CPIയുടെ പ്രതിനിധി എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും, അതായത് സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വലിയ പ്രതിരോധത്തിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതിനാൽ തന്നെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM നേരത്തെ തന്നെ എത്തിയതാണ്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള തീരുമാനത്തിലായിരുന്നു CPM. അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ചേർന്നിരുന്നു. നേരത്തെ മുൻ MP എ സമ്പത്തിന്റെ പേരടക്കം പരിഗണിച്ചിരുന്നു. എ സമ്പത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ CPI നോമിനിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി CPI സംസ്ഥാന കൗൺസിൽ അംഗമായ വിളപ്പിൽ രാധാകൃഷ്ണനാണ് CPI തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിലവിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ പാർട്ടിക്ക് പുറത്ത് പൊതുസമ്മതനായ ഒരു വ്യക്തിയെ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുകയായിരുന്നു. അങ്ങനെയാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS-ലേക്ക് CPM ഈ പേരിലേക്ക് എത്തുന്നത്. കെ ജയകുമാർ IAS-ഉം വിളപ്പിൽ രാധാകൃഷ്ണനും ഒരേ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളായതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വേണമെന്ന് CPIയോട് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-ന്റെ ഈ ആവശ്യം ആദ്യഘട്ടത്തിൽ നിരാകരിച്ചു. കാരണം പാർട്ടി സംസ്ഥാന കൗൺസിൽ കൈക്കൊണ്ട തീരുമാനമാണ് വിളപ്പിൽ രാധാകൃഷ്ണനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, വിളപ്പിൽ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട വാക്കും പാർട്ടി നൽകി എന്നാണ് ബിനോയ് വിശ്വം CPM-നെ അറിയിച്ചത്. പക്ഷേ വിദേശത്തുള്ള മുഖ്യമന്ത്രി ബിനോയ് വിശ്വവുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു. അദ്ദേഹം ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ബോധിപ്പിച്ചത് മാത്രമല്ല, CPM പാർട്ടിക്ക് പുറത്തുള്ളൊരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അധ്യക്ഷനായി കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ കാര്യവും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തോട് വിശദീകരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആ പ്രാധാന്യം കണക്കിലെടുത്താണ് ബിനോയ് വിശ്വം അയഞ്ഞത്. അങ്ങനെയാണ് കെ രാജുവിൻ്റെ പേരിലേക്ക് എത്തുന്നത്. മുൻ മന്ത്രിയാണ് കെ രാജു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ പുനലൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് കെ രാജു. അദ്ദേഹം CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ്. ആ പേര്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി CPI നോമിനിയായി കെ രാജുവിൻ്റെ പേരുടനെ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.